ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ കൂടെ നെല്ലിക്കുട്ടിയുണ്ട്. നെല്ലിക്കുട്ടി ഇങ്ങനെ കാർ സീറ്റിലിരുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേ ഔട്ട് വിത്ത് ഫാമിലിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കബ്ബൻ പാർക്കിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിൽ പോയിട്ട് ITPയിലുള്ള പാർ സ്ക്വയർ മോളിൽ കാർ പാർക്ക് ചെയ്തിട്ട് മെട്രോയിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കാർ വഴി പോകുകയെന്നുണ്ടെങ്കിൽ ഒത്തിരി ട്രാഫിക് ഉണ്ടായിരിക്കും. ഇവിടുന്ന് വൈറ്റ്ഫീൽഡ് ടു കബ്ബൻ പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1 hour മേലെ എടുക്കും. ട്രാഫിക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളിതേ ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പാർ സ്ക്വയർ എന്ന് പറഞ്ഞ ഈ മോളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. ജസ്റ്റ് വാക്കബിൾ 2 minutes ഡിസ്റ്റൻസ് ഉള്ള വാക്കബിൾ. അപ്പോൾ ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ്റെ പേര് വന്നിട്ട് പട്ടത്തൂർ അഗ്രഹാര എന്നാണ്. അപ്പോൾ നമ്മൾ പട്ടത്തൂർ അഗ്രഹാര പോയിട്ട് നമ്മൾ MG റോഡ് ഇറങ്ങിയിട്ട് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് കബ്ബൻ പാർക്കിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ കാഴ്ചകളൊക്കെ കൊണ്ട് ഇങ്ങനെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാമിക്കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ മൈക്ക് എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. മെട്രോയിൽ കയറിയിട്ടോ. മെട്രോ വരണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വന്നപ്പോഴേക്കും മെട്രോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഓടിക്കയറി. ഇത് നീലക്കുട്ടി മെട്രോയിലൊക്കെ കയറി ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ട്. ആൾക്ക് പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, മെട്രോയിലുള്ള കാഴ്ചകളൊക്കെ കാണാം. പിന്നെ അവിടെ എത്തിയിട്ടുള്ള ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ. ഞങ്ങൾ MG റോഡ് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളൊരു ആന്ധ്ര സ്റ്റൈൽ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ നമുക്ക്. നമ്മളുടെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ജസ്റ്റ് സ്ട്രീറ്റിലെ കുറേ കോട്ട്സും അങ്ങനെ ബോളിലൊക്കെ വെക്കാവുന്ന കോട്ട്സ് അങ്ങനത്തെ ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുകയാണ്. ഇവിടെ കമ്മൽ, മാല അങ്ങനത്തെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഞങ്ങൾ കബ്ബൻ പാർക്കിൽ എത്തിയിട്ട് അവിടെ ഒരു അക്വേറിയം ഉണ്ട്. അക്വേറിയത്തിൻ്റെ അവിടെ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്നും എന്താ പറയുക, ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീക്കെൻഡ് ആകുമ്പോൾ മോൾസിലാണല്ലേ പോവുക, ടൈം സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ ഒരു ചേഞ്ചായിട്ട് പിള്ളേർക്കായാലും ഈ ഇത് വിസിറ്റ് ചെയ്യാവുന്ന മസ്റ്റ് വിസിറ്റ് തന്നെ ഞാൻ പറയും. ഇത് ടണൽ അക്വേറിയമാണ്. വളരെ തിരക്കായ കാരണം കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, വീക്കെൻഡ് ആയ കാരണം. പിന്നെ ഇവിടെ സ്റ്റാർ ഫിഷ് അങ്ങനെ കുറേ തരം ഫിഷുകളൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നേറ്റീവ് തൃശ്ശൂർ, ചാവക്കാട് ആ ഏരിയയിലുണ്ട്. മൈസൂരും ഞങ്ങൾ പോയപ്പോൾ ഇങ്ങനത്തെ അക്വേറിയംസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ.
അക്വേറിയമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് പാർക്കിലേക്കാണ്. അപ്പുറത്തെ സൈഡിൽ റൈഡ്സൊക്കെ ഉണ്ട് കേട്ടോ, പിള്ളേർക്കും വലിയവർക്കൊക്കെ ഉള്ളത്. അതിൽ ഞങ്ങൾ കയറാൻ പോയില്ല. എന്ന് വെച്ചാൽ നില ബേബി ചെറുതായി കാരണം റൈഡ്സിലൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ പാർക്കിംഗ് ഏരിയയിൽ അവർക്ക് നടക്കാനും ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നിറയെ മരങ്ങളും അത്രയും ക്രൗഡാണ് കേട്ടോ ഈ ഏരിയ മൊത്തം. ആൾക്കാരൊക്കെ വീക്കെൻഡായിട്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒരു പിക്നിക് മൂഡിൽ കുറേ പേര് എന്താ പറയുക, ചായയൊക്കെ ഫ്ലാസ്കിൽ കൊണ്ടുവന്ന് സ്നാക്സ് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കുറേ പേര് ബുക്കുകൾ വായിക്കുന്നു. നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ, വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരു ചേഞ്ചാണ്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മോളിൽ പോയിട്ടുള്ള ചേഞ്ചിൽ നിന്ന് ഇത്തിരി പ്രകൃതിയൊക്കെ ആയി കുറേ മരങ്ങളും അങ്ങനെയും കുറേ സ്ഥലങ്ങൾ നടക്കാനും ഇതൊക്കെ പാർക്കുകൾ കുറേ ഉണ്ട്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.